അങ്ങനെ അതും നമ്മൾ നേടിയിരിക്കുന്നു. എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതൊരു സ്വപ്നമായിട്ട് മാത്രമേ സാധാരണഗതിയിൽ ആളുകൾ കണക്കാക്കിയിരുന്നുള്ളൂ. പക്ഷേ അതിവിടെ യാഥാർത്ഥ്യമാവുകയാണ്. കേരളത്തിന്റെ സ്വന്തം ഇന്റർനെറ്റ് പദ്ധതിയാണ് കെ ഫോൺ. BPL കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് കുറഞ്ഞ നിരക്കിലും ഇന്റർനെറ്റ് എത്തിക്കുന്ന LDF സർക്കാരിന്റെ പദ്ധതി. ദേശീയ തലത്തിൽ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് നൽകാനുള്ള ISPA ലൈസൻസ് നേടിക്കഴിഞ്ഞു കെ ഫോൺ. കെ ഫോണിലൂടെ രാജ്യത്തെവിടെയും ഇന്റർനെറ്റ് സർവീസ് നൽകാനാകും. കെ ഫോണിന്റെ OTT പ്ലാറ്റ്ഫോമും വരാൻ പോവുകയാണ്. ഇന്റർനെറ്റ് മൗലികാവകാശമായി പ്രഖ്യാപിച്ച രാജ്യത്തിലെ ഏക സംസ്ഥാനവും കേരളമാണ്. മറ്റ് സംസ്ഥാനങ്ങൾ കേരളത്തെ മാതൃകയാക്കുന്നു. തെലങ്കാന, സിക്കിം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ കേരളത്തിലെത്തി കെ ഫോണിനെ കുറിച്ച് പഠിച്ചത് വാർത്തയായിരുന്നല്ലോ. ഇന്റർനെറ്റിന്റെ പരിധിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരുന്ന പാലക്കാട് അട്ടപ്പാടി, തിരുവനന്തപുരം കോട്ടൂർ, വയനാട് പന്തലാടിക്കുന്ന് തുടങ്ങിയ ആദിവാസി ഉന്നതികളിലും പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ മലയോര മേഖലകളിലും ഇന്റർനെറ്റ് എത്തിക്കാൻ കെ ഫോണിനായി. ഇവിടങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സാമൂഹിക പഠനമുറികളിൽ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കി. വാഹന ഗതാഗതം പോലും അസാധ്യമായ എറണാകുളം ജില്ലയിലെ വളന്തക്കാട് ദ്വീപിലടക്കം ഇന്ന് ഇന്റർനെറ്റ് ഉണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യം. ഇനി പറയുന്നത് ഒരു പത്രം നൽകിയ വ്യാജ വാർത്തയെക്കുറിച്ചാണ്. കെ ഫോൺ ഇന്റർനെറ്റിൽ വേഗത കുറവുണ്ടെന്നും സർക്കാർ വകുപ്പുകൾ മറ്റ് സേവനദാതാക്കളിലേക്ക് മാറാൻ അനുമതി തേടുന്നു എന്നുമുള്ള വാർത്ത വന്നത് കഴിഞ്ഞ ദിവസമാണ്. ഇന്റർനെറ്റിൽ അടിക്കടി ഉണ്ടാകുന്ന തടസ്സവും വേഗക്കുറവും പരാതികൾ പരിഹരിക്കുന്നതിനെടുക്കുന്ന കാലതാമസവും ചൂണ്ടിക്കാട്ടിയാണ് സ്വകാര്യ സേവനദാതാക്കളിലേക്ക് മാറാൻ വകുപ്പുകൾ ചീഫ് സെക്രട്ടറിയുടെ അനുവാദം തേടിയതെന്നാണ് വാർത്ത. ഇപ്പോഴിതാ ഈ വ്യാജ വാർത്തയ്ക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങിയിരിക്കുകയാണ് കെ ഫോൺ അധികൃതർ. മികച്ച രീതിയിലുള്ള സേവനത്തെ ആകെ അപകീർത്തിപ്പെടുത്തുകയാണ് തെറ്റിദ്ധാരണാജനകമായ മനോരമയുടെ വാർത്ത. തെറ്റായ വാർത്ത തിരുത്തി ക്ഷമാപണം നടത്താൻ തയ്യാറായില്ലെങ്കിൽ നിയമ നടപടിക്ക് നിർബന്ധിതരാകുമെന്നാണ് കെ ഫോൺ MD ഡോക്ടർ സന്തോഷ് ബാബു അറിയിച്ചത്. വിജയകരമായി പ്രവർത്തിക്കുന്ന പദ്ധതിയെ സംബന്ധിച്ച കെ ഫോണിന്റെ പ്രതികരണം പോലും തേടാതെ വാർത്ത നൽകിയത് അപലപനീയമാണെന്നും അദ്ദേഹം പറയുന്നു. 1,12,315 ഉപഭോക്താക്കളാണ് സംസ്ഥാനത്തൊട്ടാകെ കെ ഫോൺ സേവനം ഉപയോഗിക്കുന്നത്. 23,163 സർക്കാർ ഓഫീസുകളിലും 71,925 വീടുകളിലും 14,194 സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീടുകളിലും 3,009 എന്റർപ്രൈസ് കണക്ഷനുകളും നിലവിൽ കെ ഫോൺ കണക്ഷൻ നൽകിയിട്ടുണ്ട്. മികച്ച വേഗതയിൽ തന്നെയാണ് ഇന്റർനെറ്റ് ലഭിക്കുന്നത്. കുറഞ്ഞ നിരക്കിലുള്ള വിവിധ പ്ലാനുകളും ഓഫറുകളും അടക്കം നൽകുന്നുണ്ട്. 1.5 വർഷമായി സെക്രട്ടേറിയറ്റിലെ എല്ലാ ഓഫീസും 2024 ജൂൺ മുതൽ നിയമസഭയിലും കെ ഫോണാണ് ഉപയോഗിക്കുന്നത്. വിവിധ സർക്കാർ ഓഫീസ്, NHM, ടെക്നോ പാർക്ക്, സ്റ്റാർട്ടപ്പ് മിഷൻ, കലക്ടറേറ്റുകൾ, തിരുവനന്തപുരം നഗരസഭയും സോണൽ ഓഫീസുകളും, കോഴിക്കോട് കോർപ്പറേഷൻ, ICT അക്കാദമി, അനേർട്ട്, IKM, സാങ്കേതിക സർവകലാശാല, കിഫ്ബി, KSRTC, KSIDC, IT മിഷൻ, സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ, സ്പേസ് പാർക്ക്, ICFOS, KSITL, ഡയറക്ടറേറ്റ് ഓഫ് NCC, CDIT തുടങ്ങിയ സ്ഥാപനങ്ങളും ഒരു പരാതിയുമില്ലാതെ കെ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കണക്ഷനുകൾ നൽകിയിരിക്കുന്ന 23,000-ലധികം സർക്കാർ ഓഫീസുകളിലും 100 Mbps വേഗതയിലുള്ള ബ്രോഡ്ബാൻഡ് കണക്ഷനാണ് കെ ഫോൺ നൽകിയിരിക്കുന്നത്. കൂടുതൽ പേർ ഉപയോഗിക്കുകയോ കൂടുതൽ വേഗത ആവശ്യമുള്ളതോ ആയ ഓഫീസുകൾ അവരുടെ ആവശ്യത്തിനുള്ള സേവനം കെ ഫോണിനെ അറിയിക്കുകയും അവർക്ക് അനുയോജ്യമായ പ്ലാനിന്റെ പ്രപ്പോസൽ നൽകുകയും ഓഫീസുകളിൽ നിന്നുള്ള പർച്ചേസ് ഓർഡർ ലഭ്യമാകുന്ന മുറയ്ക്ക് സേവനങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് നൽകുകയും ചെയ്തു പോരുന്നു. ഇനി അഥവാ വേഗത കുറവോ സാങ്കേതികമായ പരാതികളോ ഉണ്ടായാൽ പരാതിപ്പെടാനും ഉടനടി പരിഹാരമുണ്ടാക്കാനും അവസരമുണ്ട്. ഇതിനായി 24 മണിക്കൂറും ലഭ്യമാകുന്ന ടോൾ ഫ്രീ നമ്പറും സെൽഫ് കെയർ പോർട്ടലും ഹെൽപ്പ് ഡെസ്കും ഉണ്ട്. എല്ലാവർക്കും ഇന്റർനെറ്റ് ഉറപ്പാക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഉദ്ദേശ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുന്ന സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയെയാണ് വ്യാജ വാർത്തയിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. വ്യാജ വാർത്തകൾ കൊണ്ടോ അപഹാസങ്ങൾ കൊണ്ടോ കെ ഫോണിനെയോ അത് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെയോ തകർക്കാനാവില്ല.